കഴിഞ്ഞ നാഷണൽ ബജറ്റിൽ നിർമ്മല സീതാരാമൻ, അത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. അതൊരു സുപ്രധാന തീരുമാനം കൂടിയായിരുന്നു. അതായത് യുണൈറ്റഡ് നേഷന് കൊടുക്കേണ്ട ഫണ്ടിങ്ങിൽ നിന്നും, എല്ലാ വർഷം ഫണ്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അകത്തു നിന്ന് 50% കുറവ് വരുത്തി. ഇപ്പം മറ്റുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുണ്ട്, സാർക്കുണ്ട്, അപ്പം അതിൻ്റെയും കുറച്ചു. പക്ഷേ യുണൈറ്റഡ് നേഷൻ്റെ 50% ഇന്ത്യ ഗവൺമെൻറ് ഈ ഫണ്ട് കുറച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത തീരുമാനം പറയുന്നു, അതായത് പല മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യ ഇനിയും യുണൈറ്റഡ് നേഷൻ്റെ ആ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കഴിഞ്ഞ 48 മുതൽ 1948 മുതൽ 2023 വരെ അല്ലെങ്കിൽ 24 വരെ ഈ യുണൈറ്റഡ് നേഷൻ്റെ പീസ് കീപ്പിംഗ് ഫോഴ്സ്, അതിൻ്റെ 70% മാൻ പവർ, അതായത് ഫോഴ്സിനെ സപ്ലൈ കൊണ്ടിരുന്നത് ഇന്ത്യയാണ്. അതായത് 70%. പക്ഷെ ഇന്ന് വരെ ഇന്ത്യയെ യുണൈറ്റഡ് നേഷൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പെർമനൻ്റ് മെമ്പറായിട്ട് അംഗീകരിക്കാൻ തയ്യാറുമല്ല അവർ. അപ്പം അതിൻ്റെ പേരിലാണ് ആദ്യം ഫണ്ട് കുറയ്ക്കുന്നത്. രണ്ടാമത് പറയുന്നത്, ഇപ്പം ഇന്ത്യയുടെ ഫോഴ്സ് ഇപ്പോൾ സൗത്ത് സുഡാനിലും അതേപോലെ കോങ്കോയിലും ഡിപ്ലോയിഡ് ആണ്. നമ്മുടെ ഒത്തിരി സൈനികർ മരിച്ചിട്ടുമുണ്ട് അവിടെ പോയിട്ട്. കാരണം ഇൻ്റർനാഷണൽ ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻ്റെ പീസ് കീപ്പിംഗ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2020 നോൺ പെർമനൻ്റ് അല്ലാത്ത മെമ്പർ എന്ന നിലയിൽ നമുക്ക് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയത്. അതായത് നമ്മളതിൻ്റെ പെർമനൻ്റ് അല്ല, പക്ഷേ നോൺ പെർമനൻ്റ് മെമ്പറായിട്ട് 2 വർഷം നമ്മൾ വന്നു. അത് പല രാജ്യങ്ങളും വരാറുണ്ട്, ആ കൂട്ടത്തിൽ നമ്മളും വന്നു. ഇപ്പം എന്താണ് ഇന്ത്യ ഇങ്ങനെ തീരുമാനിക്കാൻ കാരണം? അതായത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഈ ജയശങ്കർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല രാജ്യങ്ങളിലും പോയിട്ട് അതിൻ്റെ സപ്പോർട്ട് പറയുന്നുണ്ട്, ഇന്ത്യക്കൊരു ഗ്ലോബൽ റോളുണ്ട്. ഇപ്പോഴും പഴയ ഇന്ത്യ അല്ല ഇന്ന് ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ GDP ഉള്ള ഒരു രാജ്യമാണ്. ഏറ്റവും പ്രധാനം അതൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നിട്ട് എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻ്റെ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻ്റ് മെമ്പറായിട്ട് ഇന്ത്യയെ എടുക്കുന്നില്ല? ഇനിയും 2020 വോട്ടിംഗ് നടന്നു യുണൈറ്റഡ് നേഷനിൽ. അതായത് 191 രാജ്യങ്ങളാണ് അന്ന് വോട്ട് ചെയ്തത്. അതിൽ 183 രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അതായത് ചില മെമ്പേഴ്സ്, പ്രത്യേകിച്ച് ചൈനയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. മറ്റു പല രാജ്യങ്ങളും ചൈന ത്രൂ നമ്മളെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തെ അംഗീകരിക്കുവാൻ, അതായത് പെർമനൻ്റ് ആയിട്ട് സെക്യൂരിറ്റി കൗൺസിൽ അംഗീകരിക്കുവാൻ ഇന്നും പല രാജ്യങ്ങളും തയ്യാറാകുന്നില്ല. ഇത് അമേരിക്ക ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളിവിടെ ബാക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സെക്യൂരിറ്റി കൗൺസിൽ വരും. ഇത് പെട്ടെന്ന് വരുന്ന സംഭവമൊന്നുമല്ല, ഇത് സമയമെടുക്കും. പക്ഷേ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അർഹതയുള്ളതാണ് യുണൈറ്റഡ് നേഷനിലെ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻ്റ് മെമ്പർഷിപ്പ്. അതായത് ഇന്ത്യ ഇത്രമാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ സാമ്പത്തികമായിട്ട് നമ്മൾ ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, മാൻ പവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആലോചിച്ച ലോകത്തിലെ ഏറ്റവും 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ മാൻ പവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നേപ്പാളാണ്, പിന്നീട് ബംഗ്ലാദേശാണ്. ഇപ്പം ഇതുമായിട്ടുള്ള അന്തരം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ 2 രാജ്യങ്ങളും അവിടെ ഡിപ്ലോയ് ചെയ്യുമ്പോഴേ യുണൈറ്റഡ് നേഷൻ അവർക്ക് ഫുൾ മണിയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പകുതി പണം മാത്രമേ ഉള്ളൂ, പകുതി ഇന്ത്യ ഗവൺമെൻറ്റാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ പോകുന്ന ഒരു രാജ്യത്തെ ഇത്രമാത്രം ഇന്ന് വളരെ സ്വാധീനമുള്ള രാജ്യം, ജനസംഖ്യയാണെങ്കിലും സാമ്പത്തിക രീതിയിലാണെങ്കിലും ലോകത്തിലെല്ലാം അക്സെപ്റ്റഡ് ആയിട്ടുള്ള രാജ്യം. അതുകൊണ്ടാണ് 183 രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. ഇന്ത്യ ഈ പറയുന്ന ഒരു രാജ്യത്തിൻ്റെയും പൊളിറ്റിക്സിലോ പല രാജ്യങ്ങളിലെ ഇന്റേണൽ പൊളിറ്റിക്സിലോ ഇന്റേണൽ വാർഫെയറിലോ ഒന്നും ഇടപെടാൻ പോകുന്ന രാജ്യമല്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേത് ഒപ്പീനിയൻ ഉണ്ട്. അതുപോലെ ഒരു ചേരിയുടെയും ഭാഗത്ത് ഇന്ത്യ പോകാറില്ല.
അപ്പോൾ വളരെ ന്യൂട്രലായിട്ടുള്ള പൊസിഷനാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പഴയ ഒരു രാജ്യമല്ല. ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മാറി. എന്നിട്ടും യുണൈറ്റഡ് നേഷൻ നമ്മളെ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കഴിഞ്ഞ ബജറ്റിൽ 50% വെട്ടിക്കുറയ്ക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ പറയുന്നു വെരി സൂൺ ഇന്ത്യ ഇൻ്റർനാഷണൽ യുണൈറ്റഡ് നേഷൻ്റെ ആ ഫോഴ്സിൽ നിന്ന് കംപ്ലീറ്റ് വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. ആലോചിക്കുക, ചൈന ആകെ വിട്ടിരിക്കുന്ന 2000 പേരേ ഉള്ളൂ. ഫ്രാൻസ് വിട്ടിരിക്കുന്നത് വെറും 400 പേരെയാണ്. ഇന്ത്യ ഏകദേശം 6800 സോൾജിയേഴ്സാണ് ഇപ്പോഴും ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ഈ സൗത്ത് സുഡാനിലും കോങ്കോയിലും. അപ്പോൾ ഇന്ത്യ എല്ലായിടത്തും പിവറ്റലായിട്ടുള്ളൊരു റോളുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ യുണൈറ്റഡ് നേഷൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ നമ്മളെ അംഗമാക്കാൻ അവർ തയ്യാറാകുന്നില്ല. അതിൻ്റെ പ്രഷറിൻ്റെ ടാക്ടിക്സാണ് ഇന്ത്യ ഇപ്പോൾ ചെലുത്തിക്കൊണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വെരി സൂൺ എന്ന് പറയുന്നതിനേക്കാൾ ഒരു വളരെ അടുത്ത് തന്നെ ഇന്ത്യയെ ചിലപ്പോൾ പെർമനൻറ്റ് സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർ ആക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ G4 രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഇന്ത്യ അതിൻ്റെ അകത്തൊരു ഇൻവൈറ്റ് ചെയ്യായിരുന്നു. ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റിഫോംസ് കൊണ്ടുവരണം. പണ്ടുണ്ടായിരിക്കുന്ന വീറ്റോ പവറിൻ്റെ റിഫോംസ് അത് കൊണ്ടുവരണം. അതേപോലെ സെക്യൂരിറ്റി കൗൺസിലും അതേപോലെ UN അസംബ്ലിയിലും ഇന്ത്യ ശക്തമായിട്ട് പറയുന്നുണ്ട് റിഫോംസിൻ്റെ സമയമായി വളരെ നാളുകൾക്ക് ശേഷം ഇതിന്ന് റിഫോം ചെയ്യണം, അതിനകത്ത് ഇന്ത്യയെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം ഇന്ത്യ വളരെ കൃത്യവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് വളരെ പോസിറ്റീവായിട്ട് പോകാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ്.